ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെവനിൻസ് തിയറമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂപ്പർ പൊസിഷൻ തിയറം എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഡി സി നെറ്റ്വർക്ക് തിയറമാണ്. ഏതൊരു കോംപ്ലക്സ് സർക്യൂട്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊരു സിമ്പിൾ സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ഡി സി നെറ്റ്വർക്ക് തിയറംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് തെവനിൻ തിയറം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. എ ലീനിയർ ടു ടെർമിനൽ സർക്യൂട്ട് can be replaced with an equivalent circuit of an ideal voltage source VThevenin in series with a resistance RThevenin. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് തെവനിൻ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരു ലീനിയർ ടു ടെർമിനൽ നെറ്റ്വർക്കിലേക്കാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ലീനിയർ മീൻസ് എന്താണ്, വോൾട്ടേജോ കറൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരാമീറ്റേഴ്സ് മാറിക്കഴിഞ്ഞാലും ആ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെയാണ് ലീനിയർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഡി സി നെറ്റ്വർക്കിലേക്കാണ് നമ്മൾ തെവനിൻ തിയറം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏതൊരു കോംപ്ലക്സ് സർക്യൂട്ട് ആണെങ്കിൽ പോലും നമുക്കതിനെ ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സും അതിനോട് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് മാത്രമാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ സർക്യൂട്ടിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതായത് നമ്മൾ എൻ്റയർ സർക്യൂട്ട് എന്തായിട്ട് മാറും, ഒരു വോൾട്ടേജ് സോഴ്സും വി തെവനിൻ എന്നുള്ളൊരു വോൾട്ടേജ് സോഴ്സും അതുപോലെ ആർ തെവനിൻ എന്നുള്ള ഒരു റെസിസ്റ്റൻസും ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തെവനിൻ തിയറം എന്ന് പറയുന്നത്. ആ സർക്യൂട്ടിലേക്ക് നമുക്ക് തെവനിൻ തിയറം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ എന്താണ് വി തെവനിൻ? വി തെവനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അറ്റ് ദ ടെർമിനൽസ്. ഓക്കെ, സർക്യൂട്ടിൻ്റെ ടെർമിനലിലുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിനെയാണ് എന്ത് പറയുന്നത്, വി തെവനിൻ എന്ന് പറയുന്നത്. അതുപോലെ ആർ തെവനിൻ എന്താണ്, ദാറ്റ് ഈസ് ദ ഈക്വലൻറ്റ് ഓർ ഇൻപുട്ട് റെസിസ്റ്റൻസ് വെൻ ദ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ഇൻ ദ ലീനിയർ സർക്യൂട്ട് ആർ ടേൺഡ് ഓഫ്. ഇപ്പോൾ കഴിഞ്ഞ തിയറം പറഞ്ഞ സമയത്ത്, സൂപ്പർ പൊസിഷൻ തിയറം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു വോൾട്ടേജ് സോഴ്സിനെ എന്താക്കിയിട്ട് റീപ്ലേസ് ചെയ്യണം എന്നുള്ളത്. അതിനൊരു ഷോർട്ട് സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യണം. അതുപോലെ കറൻറ്റ് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ടായിട്ട് റീപ്ലേസ് ചെയ്യണമെന്ന്. ഓക്കെ, അതുപോലെ തന്നെയാണ് ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ തെവനിൻ തിയറത്തിലും യൂസ് ചെയ്യുന്നത്. അപ്പം വോൾട്ടേജ് സോഴ്സിന് എന്ത് ചെയ്യുന്നു, അതിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ്, അതായത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. കറൻറ്റിന് എന്ത് ചെയ്യുന്നു, ഓപ്പൺ സർക്യൂട്ടും ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഇൻപുട്ട് റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഈക്വലൻറ്റ് റെസിസ്റ്റൻസിനെയാണ് ആർ തെവനിൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ നമുക്ക് അതിൻ്റെ ഒരു സർക്യൂട്ട് നോക്കാം. എ ലീനിയർ ടു ടെർമിനൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ലോഡുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഡ് ഇതാണ്. ഈ ഒരു ടു ടെർമിനൽ ലീനിയർ സർക്യൂട്ടിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർ തെവനിനും വി തെവനിനും ഉള്ളൊരു സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ലോഡ് എന്തായിരിക്കും, ലോഡ് അവിടെ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. ബട്ട് ദ എൻ്റയർ കോംപ്ലക്സ് സർക്യൂട്ട് ക്യാൻ ബി സിംപ്ലിഫൈഡ് ഇൻ ടു എ വോൾട്ടേജ് സോഴ്സ് വി തെവനിൻ ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് ആർ തെവനിൻ. ഓക്കെ, അപ്പം വി തെവനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അറ്റ് ദ ടെർമിനൽസ് ആൻഡ് ആർ തെവനിൻ ഈസ് ദ ഇൻപുട്ട് ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് വെൻ ദ വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറൻറ്റ് സോഴ്സ് ആർ റീപ്ലേസ്ഡ് ബൈ ദെയർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസസ്. ഓക്കെ, ദെൻ ഓക്കെ, അപ്പം നമ്മളൊന്നുകൂടി ഒരു ലീനിയർ ടു ടെർമിനൽ സർക്യൂട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് ഓംസ് ലോ ഫോളോ ചെയ്യുന്നൊരു സർക്യൂട്ട് ആവുമല്ലോ അല്ലേ. നമുക്ക് കിട്ടുന്ന സർക്യൂട്ട് എന്താവണം, ലീനിയർ ആയിരിക്കണം. മീൻസ് ആ ഡെഫിനിഷൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. ലീനിയർ സർക്യൂട്ട് ഈസ് എ സർക്യൂട്ട് വെർ ദ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറൻറ്റ്. ഓക്കെ, അതുപോലെ ടു ടെർമിനൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു നോഡ്സ് അല്ലെങ്കിൽ എന്ത് പറയാം, ടു നോഡ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ നിന്നാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നത്, അവിടേക്കാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു സർക്യൂട്ട്, അപ്പം തെവനിൻ തിയറം എവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ സർക്യൂട്ടിലെ ഒരു നോൺ ലീനിയർ സർക്യൂട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. തെവനിൻ തിയറം അപ്ലൈ ചെയ്യാവുന്നത് ഒരു ലീനിയർ സർക്യൂട്ടിൽ മാത്രമാണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് വി ഒ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അത് എന്തിനോട് ഈക്വലൻ്റ് ആണ്, വി തെവനിനോട് ഈക്വലൻ്റ് ആണ്. അപ്പം വി തെവനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽ. ഓക്കെ, then input resistance is the resistance seen by the load when VThevenin equal to 0 volt. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് VThevenin എന്തായിരിക്കണം, 0 വോൾട്ട് ആയിരിക്കണം. അതുപോലെ
ഇറ്റ് ഓൾസോ ദ റെസിസ്റ്റൻസ് വെൻ ദ ലോഡ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. നമുക്കങ്ങനെയും പറയാം, ലോഡ് എന്ത് ചെയ്തിട്ടുള്ളതായിരിക്കും, അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടാവും. അതായത് RL = 0 ഓം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മളത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്തിട്ടാണ് തെവനിൻ്റെ വി തെവനും അതുപോലെ തന്നെ നമ്മുടെ ആർ തെവനും ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഫൈനലി ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യാൻ ചെയ്യുന്നത്, ലോഡ് റെസിസ്റ്റൻസ് റീകണക്ട് ചെയ്തിട്ട് ആണ് ബാക്കി കറൻറ്റ് കണ്ടുപിടിക്കുന്നത്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്റ്റെപ്സ് ആണ്. ദ സ്റ്റെപ്സ് ടു ഡിറ്റർമിൻ വി തെവനിൻ ആൻഡ് ആർ തെവനിൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐഡൻറ്റിഫൈ ദ ലോഡ് വിച്ച് മേ ബി എ റെസിസ്റ്റർ ഓർ എ പാർട്ട് ഓഫ് ദ സർക്യൂട്ട്. ഓക്കെ, നമുക്ക് തരുന്ന സർക്യൂട്ടിലെ ലോഡ് ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സോ അപ്പം മിക്കവാറും അതൊരു റെസിസ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ തരും ഇത് ഏത് റെസിസ്റ്ററിന് അക്രോസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് തരാറുണ്ട്. അല്ലാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അതാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ലോഡിനെ നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. അത് ഒഴിവാക്കുക, സർക്യൂട്ടിൽ നിന്ന് എടുത്തു മാറ്റുക. അപ്പോൾ റീപ്ലേസ് ദ ലോഡ് വിത്ത് ആൻ ഓപ്പൺ സർക്യൂട്ട്. ദെൻ അതിനുശേഷം നമ്മൾ VOC കാൽക്കുലേറ്റ് അല്ലെങ്കിൽ വി തെവനിൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽസ് അല്ലേ. ആ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാം. ദെൻ ടേൺ ഓഫ് ഓൾ ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് ആൻഡ് കറണ്ട് സോഴ്സസ് ഇൻ ദ ലീനിയർ 2 ടെർമിനൽ സർക്യൂട്ട്. അതായത് എല്ലാ വോൾട്ടേജ് സോഴ്സ് അതുപോലെ കറണ്ട് സോഴ്സ് എന്ത് ചെയ്യുക, അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. കാൽക്കുലേറ്റ് ദ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. ദിസ് ഈസ് ആർ തെവനിൻ. നേരത്തെ പറഞ്ഞതാണ് ആർ തെവനിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമ്മൾ വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും റീപ്ലേസ് അതായത് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഈക്വലൻ്റ് റെസിസ്റ്റൻസിനെയാണ് ആർ തെവനിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വി തെവനിൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ആർ തെവനിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. Then the current through the voltage across the load in series with the V Thevenin and R Thevenin is the load's actual current and voltage in the original circuit. Finally, നമ്മൾ എന്ത് ചെയ്യണം, ആ സർക്യൂട്ടിലുള്ള കറൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, കറൻറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ സർക്യൂട്ടിൽ വോൾട്ടേജ് വി തെവനിൻ എന്തായിരിക്കും, ഒരു റെസിസ്റ്റൻസ് അതായത് ഈക്വലൻ്റ് റെസിസ്റ്റൻസ് ആർ തെവനിനോട് സീരീസ് ആയിരിക്കും. ആ സീരീസ് പാത്തിലൂടെയുള്ള കറൻറ്റാണ് നമ്മൾ ഫൈനലി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് തെവനിൻ തിയറത്തിൻ്റെ സ്റ്റെപ്സ്. ആ തിയറം നമ്മൾ ഒരു DC നെറ്റ്വർക്ക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. ഫസ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ the load, then replace the load with an open circuit, then calculate V Thevenin or the open circuit voltage, then turn off all the independent voltage and current sources in the linear 2 terminal circuit. Okay, then calculate the equivalent resistance of the circuit, that is R Thevenin. Finally, we are find out the current through the network. Okay, first there's a question, എന്താണ്, find Vx by first finding വി തെവനിൻ ആൻഡ് ആർ തെവനിൻ ടു ദ ലെഫ്റ്റ് ഓഫ് AB. അപ്പോൾ നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ട് വെച്ചിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്, Vx കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Vx ആണ് ഇവിടുത്തെ ഓപ്പൺ ടെർമിനൽ വോൾട്ടേജ്, സർക്യൂട്ടിൻ്റെ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പം Vx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ഈ Vx കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ഓൾറെഡി 2 ഓം റെസിസ്റ്റർ ആയതുകൊണ്ട് ലോഡ് ഏതാണ്, 2 ഓം റെസിസ്റ്ററാണ്. ഫസ്റ്റ് ആ 2 ഓം റെസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഓപ്പൺ സർക്യൂട്ടായി അല്ലേ. ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഫസ്റ്റ് വി തെവനിൻ കണ്ടുപിടിക്കണം. ഇവിടെ വി തെവനിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ വി തെവനിൻ എന്ന് പറയുന്നത് AB എന്ന 2 ടെർമിനലിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും, വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യണ്ടേ. വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്തായിരുന്നു, നമ്മുടെ കിട്ടിയിട്ടുള്ള അതായത് സർക്യൂട്ടിലുള്ള വോൾട്ടേജ് 30 വോൾട്ടാണ്. സോ 30 വോൾട്ട് ഇൻറ്റു ഏതാണ്, ഓപ്പോസിറ്റ് സൈഡ് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 6 ഓം റെസിസ്റ്റൻസ്. 30 × 6 ഓം റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇവിടെ 12 + 6 ആണ് വരുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ്. എന്തുകൊണ്ടാണ്, 4 ഓം റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ടെർമിനൽ നമ്മൾ ഓപ്പൺ ആക്കിയതുകൊണ്ട് 4 ഓം റെസിസ്റ്റൻസിന് അവിടെ എന്തില്ല, പ്രാധാന്യം വരുന്നില്ല. സോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 6 ഓമും 12 ഓമും ആയിരിക്കും. ഇവിടെ 6 ഓമും 12 ഓമും ഏത് രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, സീരീസ് കണക്ഷൻ ആണല്ലോ.
ഓക്കെ. അപ്പോൾ ഈ ഒരു 4 ഓം റെസിസ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതൊരു ഓപ്പൺ സർക്യൂട്ടാണ് അല്ലേ. അപ്പം റെസിസ്റ്റൻസ് എന്തായാലും കംപ്ലീറ്റ് അല്ല, റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ 4 ഓമിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ബട്ട് നമുക്ക് ഇവിടെയുള്ള റെസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 12 ഓം റെസിസ്റ്റൻസും അതുപോലെ 6 ഓം റെസിസ്റ്റൻസും ആണ്. ഈ 12 ഓം റെസിസ്റ്റൻസും 6 ഓം റെസിസ്റ്റൻസും നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അത് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് 30 × 6 ഓം റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 6 + 12. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുമ്പോൾ 10 ഓം ആണ്. ഓക്കെ, ഞാനിവിടെ റീസൺ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ നോട്ടീസ് ദറ്റ് ദർ ഇസ് നോ കറൻറ്റ് ഫ്ലോയിങ് ഇൻ ദ 4 ഓം റെസിസ്റ്റർ അല്ലേ. 4 ഓം റെസിസ്റ്ററിലൂടെ കറൻറ്റ് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. ബിക്കോസ് എന്താണ്, ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ടിലൂടെ കറൻറ്റ് കടന്നു പോകണമെങ്കിൽ എന്തായിരിക്കണം, ആ സർക്യൂട്ട് ഷുഡ് ബി ക്ലോസ്ഡ് ആയിരിക്കണം. ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു സർക്യൂട്ടാണോ ഉള്ളത്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണോ ഉള്ളത്? അല്ല, ഇതൊരു ക്ലോസ്ഡ് പാത്ത് അല്ല, ഓപ്പൺ പാത്താണ്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ റെസിസ്റ്റർ 4 ഓം റെസിസ്റ്ററിലൂടെ ഉള്ളൊരു കറൻറ്റ് നമ്മൾ വാല്യൂ കൺസിഡർ ചെയ്യേണ്ട. സോ നമുക്കിവിടെ കിട്ടി വി എ ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. അത് തന്നെയാണ് എന്ത്, വി തെവെനിൻ. ക്ലിയർ. ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആർ തെവെനിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ. ആർ തെവെനിൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ നമ്മുടെ സർക്യൂട്ടിൽ ഉണ്ടായിരുന്നത് ഒരു വോൾട്ടേജ് സോഴ്സാണ്. ആ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. വോൾട്ടേജ് സോഴ്സിനെ ഇവിടെ റീപ്ലേസ് ചെയ്തു. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന വോൾട്ടേജ് സോഴ്സിനെ എന്ത് ചെയ്തു, നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. കാരണം വോൾട്ടേജ് സോഴ്സിൻ്റെ ഇൻ്റർണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ ആർ തെവെനിൻ എന്നുള്ള റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ വരിക വാല്യൂ, ഇവിടെ എന്താ വരിക, ഇവിടെ നമ്മൾ ആർ തെവെനിൻ അതായത് ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള റെസിസ്റ്റൻസ് കൺസിഡർ, ഇൻപുട്ടിലേക്കുള്ള റെസിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ 4 ഓം റെസിസ്റ്റൻസിന് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ നൗ ഈ 4 ഓം റെസിസ്റ്റൻസ്, ഇതിൽ 4 ഓം റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് 12 ഓം ആൻഡ് 6 ഓം, അതായത് 12 ഓമും 6 ഓമും ഇവിടെ എന്താണ്, പാരലൽ കണക്ഷനാണ് അല്ലേ. 12 ഓം ഈസ് പാരലൽ ടു 6 ഓം. ഓക്കെ, അപ്പം ഇതൊരു മൊത്തം ഇത് ശ്രദ്ധിക്കണം, ഇതൊരു എൻ്റയർ സർക്യൂട്ട് ഇപ്പോൾ മൊത്തം ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്കായിട്ട് മാറിയിരിക്കുകയാണ്. നേരത്തെ കേസിൽ പോലെ ഇവിടെ എന്തില്ല, വോൾട്ടേജ് സോഴ്സ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ 4 ഓം എന്നുള്ള റെസിസ്റ്റൻസിനെ കൂടി കൺസിഡർ ചെയ്തത്. സോ 4 ഓം ഈസ് സീരീസ് വിത്ത് 12 ഓം ആൻഡ് 6 ഓർ 6 and 12 ആർ ഇൻ പാരലൽ. ഓക്കെ, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 8 ഓം ആണ്. അപ്പോൾ ആർ തെവെനിൻ എന്നുള്ളതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വീണ്ടും ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക, റീകണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ 2 ഓം ആണ് ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും സർക്യൂട്ടിലേക്ക് ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു എൻ്റയർ സർക്യൂട്ടിനെ ഒരു സിമ്പിൾ സർക്യൂട്ടാക്കിയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ. വി തെവെനിനും അതുപോലെ ആർ തെവെനിനും കണ്ടുപിടിച്ചതിന് ശേഷം അതിനൊരു സിമ്പിൾ സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്യുന്നപ്പോൾ ബാക്കി എന്താണ് ആ സർക്യൂട്ടിനകത്ത് കാണുന്നത്, ഒരു വി തെവെനിൻ ഉണ്ട്, ദെൻ ആർ തെവെനിൻ, റെസിസ്റ്റൻസ് ആർ തെവെനിൻ. ഓക്കെ, അപ്പം വി തെവെനിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു, 10 വോൾട്ടാണ്. ആർ തെവെനിൻ്റെ വാല്യൂ കിട്ടിയത് 8 ഓം ആണ്. വീണ്ടും എന്തുകൊണ്ട്, ഒരു ലോഡ് റെസിസ്റ്റൻസ് കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വി എക്സ് ഈക്വൽ ടു കണ്ടുപിടിക്കുക, അത് വി എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം വി എക്സ് എന്ന് പറയുന്നത് എന്താണ്, വീണ്ടും നമ്മൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുകയാണ്. വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ സർക്യൂട്ടിലുള്ള വോൾട്ടേജ് 10 വോൾട്ട് ഇൻറ്റു ഓപ്പോസിറ്റ് സൈഡ് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 2 ഓം അല്ലേ. 2 ഓം റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 8 + 2. വോൾട്ടേജ് ഡിവിഷൻ റൂള് അറിയാത്തവരൊന്നുകൂടി റെഫർ ചെയ്യാം. ഓക്കെ, അപ്പം അത് ഫൈനലി നമുക്ക് ആൻസർ കിട്ടുന്നത് ഇവിടെ 10 × 2 ഡിവൈഡഡ് ബൈ 2 + 8 വരും. സോ വി എക്സ് അതിൻ്റെ ആൻസർ വരുന്നത് 2 വോൾട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ തെവെനിൻ സർക്യൂട്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്യേണ്ട രീതി. നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. സർക്യൂട്ട് ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. നെറ്റ്വർക്കിൽ 20 വോൾട്ട് സോഴ്സ് 20 വോൾട്ട് തന്നിട്ടുണ്ട്. അതുപോലെ 6 ഓം റെസിസ്റ്റൻസ് ഉണ്ട്, 2 ഓം റെസിസ്റ്റൻസ് ആൻഡ് 4 ഓം റെസിസ്റ്റൻസ്, 5 ഓം റെസിസ്റ്റൻസ്. ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സും അതുപോലെ റെസിസ്റ്റേഴ്സും കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ലോഡ് കറൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഐ എൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഏതിലാണ്, 2 ഓം റെസിസ്റ്ററിലാണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് റെസിസ്റ്ററാണ്, റെസിസ്റ്റീവ് ലോഡ് തന്നെയാണ്. സോ നമ്മൾ ആ റെസിസ്റ്ററിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമുക്ക് വി തെവെനിൻ കണ്ടുപിടിക്കാം.
നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് വരിക. ഓപ്പൺ സർക്യൂട്ടാണ് VThevenin. ഇപ്പം ഓപ്പൺ സർക്യൂട്ട് ഓഫ് 2 ohm റെസിസ്റ്റർ, 2 ohm റെസിസ്റ്റർ സർക്യൂട്ടിൽ നിന്ന് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇനി അവിടെ VThevenin എന്താ വരിക നോക്കൂ. നമുക്ക് എഗെയിൻ നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ തന്നെ അപ്ലൈ ചെയ്യാം. വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 20 വോൾട്ട് അല്ലേ, സർക്യൂട്ട് വോൾട്ടേജ് 20 വോൾട്ട് ഇൻറ്റു ഓപ്പോസിറ്റ് സൈഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ 2 റെസിസ്റ്റൻസ് വരുന്നില്ലേ, 4 ohm 5 ohm. ഈ 4 ohm റെസിസ്റ്റൻസും 5 ohm റെസിസ്റ്റൻസും പാരലൽ ആണോ? അല്ല, ദേ ആർ ഇൻ സീരീസ്. ഓക്കെ, അപ്പം 2 കോമ്പിനേഷൻ വരുന്നുണ്ട്. സോ 20 ഇൻറ്റു സീരീസ് എന്ന് പറയുമ്പോൾ ഒരു റെസിസ്റ്റൻ്റെ വാല്യൂ എഴുതാൻ പറ്റില്ല, 4 ohm പ്ലസ് 5 ohm അല്ലേ, അപ്പോൾ 9 ohm വരും. അപ്പോൾ 20 ഇൻറ്റു 4 ohm പ്ലസ് 5 ohm ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ വരിക? ഈ 4 ohm 5 ohm എന്നുള്ള റെസിസ്റ്റൻസ് എന്തിന് പാരലലാണ്? ഇതെല്ലാം സീരീസ് ആണോ? അല്ല, 6 ohm എന്നുള്ള റെസിസ്റ്റൻസിനോട് പാരലലാണ് 4 ohm ആൻഡ് 5 ohm സീരീസ് റെസിസ്റ്റൻസ്. അപ്പോൾ അതുപോലെ നമുക്ക് എഴുതാം വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് അല്ലെങ്കിൽ VThevenin ഈക്വൽ ടു അപ്ലൈ വോൾട്ടേജ് ഡിവിഷൻ റൂൾ 20 ഇൻറ്റു എന്താണ് 4 ohm പ്ലസ് 5 ohm ഡിവൈഡഡ് ബൈ 4 ohm പ്ലസ് 5 ohm പ്ലസ് 6 ohm. അതായത് നമ്മുടെ വോൾട്ടേജ് ഡിവിഷൻ റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം 4 ohm പ്ലസ് 5 ohm പ്ലസ് 6 ohm എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. സോ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 12 വോൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പം VThevenin കിട്ടി. VThevenin കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് RThevenin ആണ്. RThevenin എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പം വീണ്ടും വോൾട്ടേജ് സോഴ്സ് ആയതുകൊണ്ട് റീപ്ലേസ് ദ വോൾട്ടേജ് സോഴ്സ് വിത്ത് ഇറ്റ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ദാറ്റ് മീൻസ് വോൾട്ടേജ് സോഴ്സിന് എന്ത് ചെയ്തു? ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്ത് ആ നെറ്റ്വർക്കിൽ നിന്ന് വോൾട്ടേജ് സോഴ്സിന് എന്ത് ചെയ്തു? അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ക്ലിയർ? അങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈക്വലൻറ്റ് റെസിസ്റ്റൻസ്, അതായത് RThevenin കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ RThevenin വരുന്നത്? ഹിയർ RThevenin. ഓക്കെ, അഗെയിൻ 4 ohm 5 ohm സീരീസ് ആണ്. ദെൻ അത് എന്തിനോട് പാരലാണ്? 6 ohമിനോട് പാരലാണ്. സോ നമുക്ക് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. 6 ഇൻറ്റു എന്താ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നുള്ള ഫോർമാറ്റിൽ എഴുതാം. അതായത് 6 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 9. ഈ 9 എന്ന് പറയുന്നത് വീണ്ടും 5 പ്ലസ് 4 ചെയ്തിട്ട് പെട്ടെന്ന് എഴുതുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ വരുന്നത് എത്രയാണ്? 3.6 ohm ആണ്. ഓക്കെ, അപ്പോൾ ഇത് സർക്യൂട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തെവനിൻ തിയറം വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മളൊന്നും ചെയ്യേണ്ട. ആദ്യമായിട്ട് നമ്മൾ നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. മിക്കവാറും ക്വസ്റ്റ്യനിൽ തന്നെ ലോഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് VThevenin. പലപ്പോഴും നമുക്ക് സർക്യൂട്ടിൽ ഏത് വോൾട്ടേജ്, ഇപ്പം മിക്കവാറും ഇതിൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ തന്നെയാണ് കണ്ടറിയാം നമ്മൾ ചെയ്യുമ്പോൾ. ആ ഒരു വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് അപ്ലൈഡ് വോൾട്ടേജ് ഇൻറ്റു ഓപ്പോസിറ്റ് സൈഡ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നുള്ളതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. അപ്പോൾ നമ്മൾ DC നെറ്റ്വർക്ക് തിയറം പഠിക്കുന്ന സമയത്ത് കറണ്ട് ഡിവിഷൻ, വോൾട്ടേജ് ഡിവിഷൻ, അതുപോലെ മറ്റ് തിയറംസ് ഇതെല്ലാം പഠിക്കും. അപ്പോൾ അത് എല്ലാ KCL KVL ഏത് സർക്യൂട്ടിലാണോ അപ്ലൈ ചെയ്യേണ്ടത് അതിന് ആ സമയത്ത് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ തെവനിൻ തിയറം വെച്ചിട്ട് ഉള്ള സർക്യൂട്ടിലൊക്കെ നമുക്ക് മിക്കവാറും ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാണാറുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് RThevenin ആണ് അല്ലേ. RThevenin കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ വോൾട്ടേജ് സോഴ്സോ അല്ലെങ്കിൽ കറണ്ട് സോഴ്സോ എന്ത് ചെയ്യുക? അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഈക്വലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ അതുപോലെ കണ്ടുപിടിച്ചു. ദെൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെവനിൻ ഈക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്കറിയാം തെവനിൻ ഈക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താ 12 വോൾട്ട് VThevenin കിട്ടി, അതുപോലെ RThevenin 3.6 കിട്ടി. അപ്പം അത് എല്ലാം അതുപോലെ യോജിപ്പിച്ചു. ദെൻ ഒരു 2 ohm റെസിസ്റ്റൻസിന് വീണ്ടും കണക്ട് ചെയ്തു. ഇനി കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? VThevenin ഡിവൈഡഡ് ബൈ RThevenin പ്ലസ് RL. ഇതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഓക്കെ, നേരത്തെ കേസിൽ നമ്മൾ വോൾട്ടേജാണ് കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കറൻറ്റാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? IThevenin ഈസ് ഈക്വൽ ടു VThevenin ഡിവൈഡഡ് ബൈ RThevenin പ്ലസ് RL. ഓക്കെ, അപ്പോൾ വാല്യൂ ഇവിടെ VThevenin എന്ന് പറയുമ്പോൾ 12 ആയിരുന്നു. സോ 12 ഡിവൈഡഡ് ബൈ 3.6 പ്ലസ് 2. നമ്മുടെ RTheveninൻ്റെ വാല്യൂ 3.6 പ്ലസ് 2 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനലി 2.143 ആംപിയറിന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഫർ ദ സർക്യൂട്ട് ബിലോ, ഫൈൻഡ് I3 ദാറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ 15 ഓം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, I3 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്. ഇവിടെ 20 വോൾട്ടിൻ്റെ സർക്യൂട്ട്, 20 വോൾട്ട് ഈസ് ഗിവൺ, 20 വോൾട്ട്. അപ്പം 10 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ദെൻ കറൻറ്റ് I1 ഈസ് സ്പ്ലിറ്റ് ഇൻ ടു I1 ആൻഡ് I2 ആൻഡ് I3. I1 ആയിട്ടും I2 ആയിട്ടും I3 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് I3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, I3 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഏത് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യണം? 15 ഓം. I3 ഏതിലൂടെയാണ് പാസ് ചെയ്യുന്നത്? 15 ഓം റെസിസ്റ്റൻസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ ആ 15 ഓം റെസിസ്റ്റൻസിനെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് VThevenin കണ്ടുപിടിക്കാമല്ലോ. VThevenin വീണ്ടും വോൾട്ടേജ് ഡിവിഷൻ റൂൾ എടുക്കുക. 20 വോൾട്ട് ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 10 + 20. ഓക്കെ, ആൻസർ 13.33 എന്ന് കിട്ടും. അതായത് വോൾട്ടേജ് സോഴ്സ് ഇൻറ്റു ഓപ്പോസിറ്റ് സൈഡ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് RThevenin കണ്ടുപിടിക്കണം. RThevenin കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? ഇവിടെ RThevenin എന്ന് പറയുന്നത് എന്താണ്? 10ഉം 20ഉം. RThevenin എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RThevenin ഈസ് ഈക്വൽ ടു എന്താ വരിക? വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു കേട്ടോ. ഞാൻ 20 ഇതിൽ ജസ്റ്റ് വരയ്ക്കുന്നുണ്ട്. 20 വോൾട്ടിനെ റീപ്ലേസ് ചെയ്ത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇനി എനിക്ക് 10 ഓമും 20 ഓമും എന്താണ്? പാരലൽ കണക്ഷനാണ്. സോ 10 × 20 ഡിവൈഡഡ് ബൈ 10 + 20 അല്ലേ, ഈക്വലൻ്റ് റെസിസ്റ്റൻസ് വരിക. ദാറ്റ് ഈസ് 200 ഡിവൈഡഡ് ബൈ 30 എന്ന് വരും അല്ലേ. അതെഴുതുക. ആൻസറായിട്ട് വരുന്നത് 6.67 ആണ്. ഓക്കെ, അപ്പോൾ ഇനി അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറൻറ്റ് കണ്ടുപിടിച്ചൂടെ? I3 കണ്ടുപിടിക്കാം. I3 കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? VThevenin ഡിവൈഡഡ് ബൈ RThevenin + RL. RTheveninൻ്റെ വാല്യൂ അറിയാം, RLൻ്റെ വാല്യൂ അറിയാം, VTheveninൻ്റെ വാല്യൂ നമ്മൾക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റിസൾട്ടായിട്ട് വരുന്നത് 0.615 ആംപിയർ ആണ്. അപ്പം ഇതാണ് ഒരു തെവെനിൻ സർക്യൂട്ട്, തെവെനിൻ തിയറം നമ്മളൊരു ലീനിയർ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെവെനിൻ ഈക്വലൻറ്റ് സർക്യൂട്ട് ആണെങ്കിൽ ആദ്യം ഈ പറഞ്ഞതുപോലെ ലോഡ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി സ്റ്റെപ്സ് പറയുകയാണ്, റീകോൾ ചെയ്യുകയാണ്. ഒന്ന്, ഐഡൻറ്റിഫൈ ദ ലോഡ്, whatever it is, a resistance or any other load, remove it. Then find out VThevenin. Okay, VThevenin കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ replace the voltage source or current source with their internal resistance. Then find out the equivalent resistance, that is RThevenin. Okay, where VThevenin is the open circuit voltage and RThevenin is the equivalent resistance of the circuit, equivalent input resistance. Okay, then find out the current. I-Thevenin is equal to VThevenin divided by RThevenin plus RL. ഇനി കറൻറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മുടെ സർക്യൂട്ട് ഏത് ഫോമിലേക്ക് മാറ്റണം? ഒരു VThevenin വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് RThevenin ആൻഡ് ദെൻ കണക്ട് ദ ലോഡ് റെസിസ്റ്റൻസ് എഗെയിൻ. ഓക്കെ, അങ്ങനെ I-Thevenin കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് ഒരു തെവെനിൻ സർക്യൂട്ട് സോൾവ് ചെയ്യുന്നത്. ഓക്കെ.